കൊച്ചി മൃദംഗ വിഷൻ പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുപോയതിൽ അന്വേഷണം. 3 ഉദ്യോഗസ്ഥരോട് GCDA വിശദീകരണം ആവശ്യപ്പെട്ടു. സ്റ്റേഡിയം മൃദംഗ വിഷന് നൽകേണ്ടതില്ലെന്ന ആദ്യം നിലപാടെടുത്ത ഉദ്യോഗസ്ഥരോടാണ് ഇപ്പോൾ വിശദീകരണം തേടിയത്. അതേസമയം സസ്പെൻഷൻ പ്രഖ്യാപിച്ചിട്ടും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷ രജിസ്ട്രിയിൽ ഒപ്പിട്ടതായും രേഖകൾ പുറത്തുവരികയാണ്. ഇതിന്റെ വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, GCDA 2 തട്ടിലാണോ നിൽക്കുന്നത്? എന്താണ് കൃത്യമായ ഒരു വിവരം ഇതിന് നമുക്ക് ലഭിക്കുന്നത്? ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ ചെയർമാനായിട്ടുള്ള ചന്ദ്രൻപിള്ള പറയുന്നു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് ഇത് നൽകിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ മേൽനോട്ടത്തിലടക്കം വീഴ്ച പറ്റി, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നു SS ഉഷയെന്ന് ജനുവരി 4 പ്രഖ്യാപിക്കുന്നു. പക്ഷേ ജനുവരി 4 ഈ സസ്പെൻഷൻ പ്രഖ്യാപിച്ചിട്ടും ഈ കഴിഞ്ഞ ദിവസം വരെ അവർ രജിസ്റ്ററിൽ ഒപ്പിട്ടു, അതായത് അവരവിടെ എത്തി ഒപ്പിട്ടു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ നമ്മൾ ചന്ദ്രൻപിള്ളയോട് ചോദിച്ചിരുന്നു. അപ്പോൾ ചന്ദ്രൻപിള്ള പറയുന്നത് ഇതിൽ അവരോട് വിശദീകരണം ചോദിച്ചു, അതിനുശേഷം അവരുടെ മറുപടി കിട്ടി, തുടർന്നാണ് നടപടിയിലേക്ക് പോയത്. എന്തായാലും ഇന്നലെ വൈകിട്ട് സസ്പെൻഷൻ ഉത്തരവ് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചെയർമാൻ സസ്പെൻഷൻ പ്രഖ്യാപിച്ച് ഇത്രയും ദിവസം അവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെയാണ് നേരത്തെ എസ്റ്റേറ്റ് വിഭാഗം ഈ സ്റ്റേഡിയം മൃദംഗ വിഷന് കൊടുക്കേണ്ടതില്ല എന്ന് നിലപാടെടുത്തിരുന്നു. അതിനുശേഷം ചന്ദ്രൻപിള്ള അടക്കം ചെയർമാൻ അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഈ ഇതിൽ ഒരു അവർക്ക് കൊടുക്കുന്ന നില ഉണ്ടായത്. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുകയാണ്. അതായത് ഈ രേഖകൾ പുറത്തു പോയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. അത് പത്രമാധ്യമങ്ങളിൽ ഇതിന്റെ രേഖകൾ വന്നു, അതിനെക്കുറിച്ചാണ് അന്വേഷണം. അത് കൊടുത്തിരിക്കുന്നത് നേരത്തെ എസ്റ്റേറ്റ് വിഭാഗത്തിൽ ഇത് സ്റ്റേഡിയം മൃദംഗ വിഷന് കൊടുക്കേണ്ട എന്ന് പറഞ്ഞ നിലപാടെടുത്തവർക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തായാലും GCDA ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ വ്യക്തമായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന തുടർ നടപടികൾ ഇപ്പോൾ GCDA മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം വ്യക്തമാക്കിയ രേഖകൾ പുറത്തു വന്നു എന്നതിൽ ചെറുതല്ലാത്ത വിഷമമുണ്ട് GCDAക്ക് എന്നതുകൂടി മനസ്സിലാവുകയാണ് ഈ ഘട്ടത്തിൽ.